ഹലോ മുത്തമണ്ണീസ്, ഇന്ന് വളരെ സിമ്പിളായിട്ടും ഒരുപാട് ആർഭാടങ്ങൾ കാട്ടിക്കൂട്ടി അതൊരു സിമ്പിൾ കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്, വെള്ളം ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് ചെമ്മീൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. 2 മിനിറ്റ് മാത്രം ഒന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചാൽ നമ്മുടെ സംഭവം ഉഷാറാണ് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി അരിഞ്ഞത് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു നല്ല പുളിയുള്ള മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് മുരിങ്ങക്കായ, 2-3 മുരിങ്ങക്കായ കഷ്ണങ്ങളാക്കി ഇതുപോലെ ആക്കിയിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു കഷ്ണങ്ങൾ മീനൊക്കെ നികക്കെ നിൽക്കുന്ന തരത്തിൽ വെള്ളം, അതായത് ചെറു ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ മുളക് പൊടി 2 സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്തോട്ടെ. അതിൻ്റെ നല്ല എരിവുണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് കൊണ്ട് തന്നെ കുറച്ചായിട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം 8-9 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ മുരിങ്ങക്കായ മീനൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമ്മളൊന്ന് എടുത്ത് നോക്കുക എല്ലാം വെന്തിട്ടുണ്ടോ എന്നുള്ളത്, പാകത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടാകും നോക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അരച്ചിട്ടുള്ള നാളികേരം ഒഴിക്കുക. നാളികേരം അരയ്ക്കുന്ന സമയത്ത് വലിയ ജീരകം മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നിങ്ങൾ ചേർക്കാറുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടോട്ടോ. അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്നുകൂടെ ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് നമ്മുടെ കറി നന്നായി തിളച്ച് വന്നതിന് ശേഷം അത് ഓഫാക്കി വെച്ചിട്ട് വെളിച്ചെണ്ണ എടുത്തിട്ട് കടുകും ഉലുവയും പൊട്ടി വരുന്ന സമയത്ത് ചെറിയ ഉള്ളി അരിഞ്ഞതും അതുപോലെ തന്നെ ആ ചെറിയ ഉള്ളി ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് വറവിട്ടെടുക്കാം കേട്ടോ. നല്ല നാടൻ തരത്തിലുള്ളൊരു കറിയാണ് കേട്ടോ. അടിപൊളിയാണ് സംഭവം. ഒന്ന് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തായാലും അറിയിക്കാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും. അപ്പോൾ ഇന്നത്തെ ദിവസം പ്രദാനം ചെയ്ത സർവശക്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.